ബസ്റ്റാൻഡിന് ഒരു ബിരിയാണി കടയുണ്ട്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെ വന്ന് ബിരിയാണി കഴിക്കും. ഓ ഷൗക്കത്ത് ചേട്ടാ, ബിരിയാണി നന്നായിട്ടുണ്ടല്ലോ. നന്ദിയുണ്ട്. ബിരിയാണിയുടെ രുചി നന്നായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ വരുമാനവും അധികരിച്ചുകൊണ്ടേയിരുന്നു. ഷൗക്കത്ത് മിയ ഓരോ മാസവും 30,000 രൂപ തന്റെ അമ്മയുടെ കയ്യിൽ നൽകും. മോനെ, ഇപ്പോഴൊക്കെ നിന്റെ വരുമാനം നല്ല രീതിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചാലോ എന്ന്. മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് എത്ര ദിവസമായി ഈ വീട്ടിലെ ജോലിയൊക്കെ നോക്കുന്നത്. എന്നെ കൊണ്ട് തീരെ വയ്യ മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നദീമിന്റെ കല്യാണവും കഴിപ്പിക്കാം. അയ്യോ അമ്മി, എനിക്കിന്നും കല്യാണ വയസ്സായിട്ടില്ല. ആദ്യം നിങ്ങൾ ചേട്ടന് കല്യാണം കഴിപ്പിക്കൂ. ശരി അമ്മേ, നിങ്ങൾക്ക് ഏത് പെണ്ണിന് ഇഷ്ടമായിട്ടുണ്ടോ ആ പെണ്ണിന് ഞാൻ കല്യാണം അയച്ചോളാം. അങ്ങനെ പറ ചേട്ടാ. ഇതാണ് ഞാൻ നോക്കിയത് ഷൗക്കത്തേട്ടാ. ഷൗക്കത്തിന്റെ അമ്മ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കി. സന വളരെ പഠിച്ച പെൺകുട്ടിയാണ്. പിന്നെ അവൾ ആഹാരവും നന്നായിട്ട് ഉണ്ടാക്കും. കുറച്ചു ദിവസങ്ങൾക്കകം ഷൗക്കത്തിന്റെയും സനയുടെയും കല്യാണം കഴിഞ്ഞു. അതിനുശേഷം സന വീട്ടിലെ എല്ലാ ജോലികളും നോക്കി നടത്തി. മോനെ, നിന്റെ കൈകൊണ്ട് ചെയ്യുന്ന ആഹാരം എപ്പോഴും നല്ല രുചിയുള്ളതായിരിക്കും. അതെ ചേട്ടത്തി, പക്ഷേ ഞങ്ങൾ ചേട്ടൻ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല ചേട്ടത്തി. അതെ, അതും ശരിയാണ്. ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് ചെയ്ത ബിരിയാണി കഴിച്ചു നോക്കിയാലല്ലേ എനിക്കും അതിന്റെ രുചി അറിയാവൂ. ചേട്ടാ, ഇന്ന് എല്ലാവർക്കും നിങ്ങൾ ബിരിയാണി കൊണ്ടുവരണം. ശരി മോനെ, കൊണ്ടുവരാം. ഷൗക്കത്തിന്റെ ബിരിയാണി വളരെ രുചിയുള്ളതാണ്. അവൻ എപ്പോഴൊക്കെ ബിരിയാണി ചെയ്യാൻ തുടങ്ങുന്നോ അപ്പോഴൊക്കെ അതിന്റെ മണം ഗ്രാമം മൊത്തം മണക്കും. പിന്നെ ഉടനെ കസ്റ്റമേഴ്സ് കഴിക്കാനെത്തും. എന്താ ചേട്ടാ, ബിരിയാണി തയ്യാറായില്ലേ? ഇല്ല ചേട്ടാ, ഇനി ഒരു 10 മിനിറ്റ് ആവും. ശരി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കസ്റ്റമേഴ്സ് ഷൗക്കത്തിന്റെ ബിരിയാണിക്ക് വേണ്ടി കാത്തിരുന്ന് കഴിച്ചിട്ട് പോകും. അതുവരെ എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അംഷദ് ചേട്ടൻ ആവശ്യമില്ലാതെ നമ്മളുടെ അധ്വാനമാണ് നശിപ്പിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാനും വില കുറയ്ക്കാൻ പോവുകയാണ്. ഷൗക്കത്തും ബിരിയാണിയുടെ വില അധികമാക്കി 80 രൂപയാക്കി. ദിവസവും നമ്മൾ ഈ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. വരൂ, ഇന്ന് നമുക്ക് അവിടെ പോയി കഴിച്ചു നോക്കാം. ശരി. ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ ബിരിയാണി കഴിക്കാനായി അംജത്തിന്റെ കടയിലേക്ക് പോയി. പക്ഷെ അംജത്തിന്റെ കയ്യിൽ ഒരു പുതിയ മാന്ത്രികതയുണ്ടായിരുന്നു. ഒരു വട്ടം അവന്റെ ബിരിയാണി ആരെങ്കിലും കഴിച്ചാൽ വീണ്ടും അതേ കടയ്ക്ക് അവർ തിരിച്ചെത്തും. ഇന്നലെ പോയി ഞാൻ ബിരിയാണി കഴിച്ചില്ലേ? വരൂ, നമുക്ക് അവിടെ തന്നെ പോയി കഴിക്കാം. തീർച്ചയായും ആ ബിരിയാണി മറക്കാനേ പറ്റില്ല. പതുക്കെ ഷൗക്കത്തിന്റെ കടയിൽ ആരും വരാതെയായി. ഇതൊക്കെ കുറച്ചു ദിവസം ഇങ്ങനെ നടക്കുക. അംജത്തിന്റെ കട പുതിയതല്ലേ, അതുകൊണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. ഷൗക്കത്ത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ മൊത്തം വരുമാനവും ഒരുപാട് കുറഞ്ഞുപോയി. ഇപ്പോൾ വീട്ടിലെല്ലാരും വളരെ വിഷമത്തിലാണ്. എന്തുപറ്റി ഷൗക്കത്ത്? നീ എന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഞാൻ എന്തെന്ന് പറയണ്ടമ്മേ, എന്റെ കടയുടെ അടുത്ത് തന്നെ ഇന്നൊരു ബിരിയാണി കടയും വെച്ചിട്ടുണ്ട്. പയ്യെ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന പിന്നെ ഒരു ദിവസം ഞാൻ എന്റെ കട മൂടിയിട്ട് തന്നെ വീട്ടിലേക്ക് പോണം. തീർച്ചയായും അങ്ങനെയൊന്നും നടക്കില്ല മോനെ. ദൈവമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ദിവസം ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാകും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചോണ്ടിരിക്കുന്നത് അമ്മേ. ഷൗക്കത്തിന്റെ വിഷമം കണ്ട് വീട്ടിലെ എല്ലാ ആൾക്കാരും ഒരുപാട് വിഷമത്തിലായിരുന്നു. അന്ന് രാത്രി സന ഷൗക്കത്തിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. ഒരുപക്ഷെ വില അധികമായതുകൊണ്ട് കസ്റ്റമേഴ്സ് വേറെ കടയിലേക്ക് പോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വില കുറച്ചു കൊടുത്തുകൂടാ? പറയൂ. നമുക്ക് എങ്ങനെ വില കുറയ്ക്കാൻ പറ്റും സന? ഒരു പ്ലേറ്റ് ബിരിയാണിന്റെ വില തന്നെ ചെലവ് 50 റുപ്യാവും സന. അത് നമ്മൾ 80 റുപ്യക്കാണ് വിൽക്കുന്നത്. വെറും 30 റുപ്യാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. പിന്നെ ഇതും നമ്മൾ കുറച്ചാൽ പിന്നെ വീട്ടു ചെലവൊക്കെ എങ്ങനെ നമ്മൾ നോക്കാൻ പറ്റും? എങ്കിൽ നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങി ബിരിയാണി ചെയ്താൽ എങ്ങനെയിരിക്കും? എങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാമല്ലോ. ബിരിയാണിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അരിയാണ് വളരെ വില കൂടിയത്. അതുമാത്രല്ലാതെ ബാസ്മതി അരി എങ്ങനെ വില കുറഞ്ഞത് കിട്ടുക? പിന്നെ ബാസ്മതി അരി ഞാൻ സാധാരണ അരിയായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബസുമതി റൈസിന് പകരം വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? അങ്ങനെ വെച്ചാൽ? അതായത് മാഗി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ബിരിയാണി ചെയ്ത് നോക്കിക്കൂടാ? നമ്മുടെ ചിലവും കുറയുമല്ലോ. മാഗി ബിരിയാണിയോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പോഴൊക്കെ വ്യത്യസ്തമായ സാധനങ്ങൾക്കാണ് നല്ല ഡിമാൻഡ്. ഒരു വട്ടം നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നേ. ശരി,
ഒന്നും അത്ര വലുതായിട്ട് പോകുന്നില്ല. നമുക്ക് അതും ശ്രമിച്ചു നോക്കാലോ. അടുത്ത ദിവസം ഷൗക്കത്ത് എന്നത്തെയും പോലെ ബിരിയാണി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇന്നത്തെ ദിവസം ബസ്മതി റൈസിനു പകരം മാഗി ഇട്ട് ചെയ്തു. മാഗി ബിരിയാണി പെട്ടെന്ന് റെഡിയായി. അതിന്റെ ചിലവും കുറവായിരുന്നു. അതുകൊണ്ട് ഷൗക്കത്ത് വിലയും 50 രൂപയാക്കി മാറ്റി. പുറത്ത് വലിയൊരു ബോർഡും വെച്ചു, മാഗി ബിരിയാണി 50 രൂപ. അതെ, മാഗി ബിരിയാണി പറയുന്നില്ല, അതെന്താണ്? മാഗി എന്താ അറിയാ, ബിരിയാണി എന്താണെന്ന് അറിയാം, പക്ഷേ ഈ മാഗി ബിരിയാണി എന്താണെന്ന് അറിയില്ലല്ലോ. ശരി, വാ നമുക്ക് അത് കഴിച്ചു നോക്കാം. ആഹാ, മാഗി ബിരിയാണി എന്നുള്ള ആ പേര് കണ്ടതും ഒരുപാട് കസ്റ്റമേഴ്സ് അവിടേക്ക് കഴിക്കാൻ വന്നു. വാവ് വാവ്, വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇത് വെറും മാഗി അല്ല, ഇത് മാഗി ബിരിയാണിയാണ്. ഓ എന്റെ ചേട്ടാ, ഇതുപോലുള്ള മാഗി ബിരിയാണി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. നന്ദി നന്ദി. കസ്റ്റമേഴ്സിന് ഷൗക്കത്തിന്റെ ആ ബിരിയാണി ഒരുപാട് ഇഷ്ടമായി. അന്ന് ഷൗക്കത്തിന്റെ ബിരിയാണി കടയുടെ വെളിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മാഗി ബിരിയാണി ഉള്ളത് ചേട്ടാ, അയ്യ അരിയുടെ ബിരിയാണി കട നന്നായിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് മാഗി ബിരിയാണി കഴിക്കാം. ഷൗക്കത്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ സന്തോഷ വാർത്ത തന്റെ ഭാര്യയെ അറിയിച്ചു. ഇത് കേട്ട് അവളും സന്തോഷപ്പെട്ടു. ഈ മാസം ഷൗക്കത്തിന്റെ വരുമാനം നല്ല രീതിയിലുണ്ടായിരുന്നു. ആ മാസ അവസാനം ഷൗക്കത്ത് തന്റെ അമ്മയുടെ കയ്യിൽ 40,000 രൂപ കാശ് നൽകി. ഇത്രയുമോ? അതെ അമ്മേ, സനയുടെ മാഗി ബിരിയാണിന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഡബിൾ വരുമാനമാണ് വരുന്നത്. വീണ്ടും ഒരു വട്ടം അവരെല്ലാരും സന്തോഷത്തോടെ ആയിരുന്നു. അവരുടെ കഷ്ടവും മാറി, കാരണം അവരുടെ വരുമാനം അധികരിച്ചു. മാഗി ബിരിയാണി ഫേമസ് ആയി. മീർപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിൽ ജഗു എന്ന് പേരുള്ള ഒരു ഭിക്ഷക്കാരനുണ്ട്. ജഗുവിന് 2 കുട്ടികൾ, രാജു പിന്നെ മിനി. അച്ഛാ, നമ്മൾ പണ്ട് തൊട്ട് തന്നെ പാവപ്പെട്ടവരാണോ? ഇല്ല മോനെ, പണ്ടൊക്കെ നമ്മൾ പാവപ്പെട്ടവരല്ലായിരുന്നു. അതായത് എന്റെ അച്ഛൻ, നിന്റെ മുത്തശ്ശൻ ഒരു വലിയ പൈസക്കാരനായിരുന്നു. അദ്ദേഹത്തിന് കാട്ടിലൊരു പന്നീർ വീട് കിട്ടിയിരുന്നു. നിനക്കറിയോ, ആ വീട്ടില് എത്ര പന്നീർ എടുത്താലും എന്റെ അച്ഛൻ ആ മായ പന്നീർ വീട്ടിൽ നിന്ന് കുറെ പന്നീർ എടുത്തിട്ട് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വ്യാപാരം ചെയ്യുമായിരുന്നു. ആ പന്നീറിന്റെ വ്യാപാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഒരു വലിയ പൈസക്കാരനായിരുന്നു. പക്ഷേ ഒരു ദിവസം ആ ഗ്രാമത്തിന്റെ തലവനായ കബീർ സിംഗ് ആ മായ പന്നീർ വീടുള്ളതിന്റെ കഥ അറിഞ്ഞു കഴിഞ്ഞു. ഉപേന്ദ്ര, നിനക്ക് കാട്ടിലൊരു മായ പന്നീർ വീടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതെ ചേട്ടാ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പൈസക്കാരനാവാൻ പറ്റിയത്. പിന്നെ സ്വത്തുള്ള കാര്യത്തില് ഞാൻ നിന്നെക്കാട്ടും വലിയ പൈസക്കാരനാവും. ഈ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കടകളിലും ഞാനാണ് പന്നീർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ചുറ്റിയുള്ള എല്ലാ സാധനത്തിനും എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. നീ എന്റെ അടുത്ത് പറയാതെ മായ പന്നീർ കൊണ്ട് കുറെ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. അയാൾ നമ്മളുടെ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് എല്ലാം എടുത്തു പറിച്ചെടുത്തു. പിന്നെ അദ്ദേഹത്തിനെ ഗ്രാമത്തെ വിട്ടും പുറത്താക്കി. പിന്നെ എന്റെ അച്ഛൻ ഈ ഗ്രാമം മുഴുവനാണ് ചുറ്റി വന്നത്. പക്ഷെ ആരും അദ്ദേഹത്തിന് ജോലി കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ഭിക്ഷ എടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഓട്ടിവെച്ചത്. അന്ന് തൊട്ടാണ് മക്കളെ നമ്മൾ പാവപ്പെട്ടവരായത്. അച്ഛാ, ആ മായ പന്നീർ വീട് ഇന്നും കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത്? ഇല്ല മോനെ, ആ മായ പന്നീറിന്റെ വീടിനെ പറ്റി എനിക്ക് ഒരു കാര്യം അറിയില്ല. ആ പഞ്ചായത്ത് തലവർ പന്നീർ വീട്ടിൽ പോയി പന്നീർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട് തന്നെ മറഞ്ഞു പോയോലെ. അന്ന് തൊട്ട് ആ പന്നീറിന്റെ കഥ ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. ചില സമയങ്ങളിൽ ജഗുവിന്റെ കുടുംബ അവസ്ഥ വളരെ മോശമാകും. അച്ഛാ, ഇന്ന് രാജുവിന് തീരെ സുഖമില്ല. ഞങ്ങൾ 2 ദിവസമായി 2 പേരും എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരിച്ചാ? ശരി മോളെ, ഞാൻ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അന്ന് ഗ്രാമത്തിൽ ജഗു എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആരും ഒന്നും നൽകിയില്ല. ജഗു ആ തലവന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോഴാണ് ജഗുവിന് അവരുടെ വീട്ടിൽ നിന്നും നല്ല ചൂട് പുറട്ടയുടെ മണം വന്നത്. ചേട്ടാ, ഒന്ന് കതവ് തുറക്കാൻ പറ്റുമോ? ഞാനാണ് ജഗു വന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് കഴിക്കാൻ വല്ലത് ഭക്ഷണം തരാൻ പറ്റുമോ? ജഗു, നീ വീണ്ടും ഇങ്ങോട്ട് വന്നോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ചിട്ട് നിന്നെ ഈ ഗ്രാമത്ത് വിട്ട് തന്നെ പുറത്താക്കി കളയും. മനസ്സിലായോ? നിന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വെച്ചത് തന്നെ വലിയ കാര്യമാണ്. മര്യാദയ്ക്ക് ആലോചിച്ചോളൂ.
തലവൻ തന്റെ വീട്ടിൽ നിന്ന് ജോലിക്കാരെ അയക്കുന്നതിന് മുൻപ് ജഗു അവരുടെ വീട്ടിന്റെ ഒരു മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം തലവൻ തന്റെ വീടിനെ പൂട്ടിയിട്ട് തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും എവിടേക്കോ പോയി. ജഗ്ഗു ആലോചിച്ചു. എന്നിട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. മതില് കയറിയിറങ്ങി അദ്ദേഹം തലവന്റെ വീട്ടിനകത്തേക്ക് ചെന്നു. അദ്ദേഹം ഒരു 5-6 ബൊറോട്ട മോഷ്ടിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. അന്ന് ആ ബൊറോട്ട ജഗുവിന്റെ കുടുംബം വളരെ സന്തോഷത്തോടെ കഴിച്ചു. ഉച്ച സമയമായപ്പോൾ ഗ്രാമത്തിൽ ആരുമില്ലാത്ത സമയത്ത് ജഗുവും അവന്റെ കുട്ടികളും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ ജഗുവിന്റെ വീട്ടിന്റെ കതക് പൊട്ടിച്ചു. ജഗുവും അവന്റെ കുട്ടികളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. വാതിൽക്കൽ തലവനും പിന്നെ അദ്ദേഹത്തിന്റെ ആളുകളും കയ്യിൽ കമ്പോടൊപ്പം നിൽപ്പുണ്ടായിരുന്നു. എടാ ജഗ്ഗു, നിനക്ക് അഹങ്കാരം കൂടിയല്ലേ? നീ എന്റെ വീട്ടിൽ തന്നെ കേറി മോഷ്ടിക്കുമല്ലേ? നീ ചെയ്ത കാര്യങ്ങളൊക്കെ CCTVയിൽ ഞാൻ എല്ലാം കണ്ടോടാ കള്ള. എടാ, രണ്ടുപേരും ചേർന്ന ജഗ്ഗുവിനെ അടിച്ച് പൊളിക്കടാ. ഇവര് 3 പേരെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്താക്കണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു. തലവന്റെ ആളുകൾ ജഗുവിനെ വളരെ മോശമായി അടിക്കാൻ തുടങ്ങി. രാജുവിനും എനിക്കും തന്റെ അച്ഛൻ ഇങ്ങനെ അടി വാങ്ങിക്കുന്നത് കാണാൻ സഹിച്ചില്ല. രണ്ടുപേരും അവരവരുടെ കയ്യിലുള്ള ആയുധമെടുത്തു. തലവന്റെ ആളുകളുടെ തലയിൽ അതിൽ കല്ല് വെച്ച് അടിച്ചു. രണ്ടുപേരും അവരുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അയ്യോ, യുവമാര് നമ്മൾ അടിച്ചല്ലോ. അച്ഛാ, വേഗം വരൂ, നമുക്ക് ഓടിപ്പോവാം. അതിനുശേഷം അവർ 3 പേരും കാടിനെ നോക്കി ഓടി. തലവന്റെ 2 ആളുകളും അവരുടെ പിന്നാലെ ഓടി. എടാ ജഗു, നീ ഏതുവരെ ഓടും നമുക്ക് നോക്കാം. നിന്റെ മക്കളെ ഞാൻ വെറുതെ വിടില്ല. തലവന്റെ ആളുകൾ 2 പേരും അടികൊണ്ട സിംഹത്തെ പോലെ അവരെ വിരട്ടിക്കൊണ്ടുപോയി. അവസാനം നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയില്ല അച്ഛാ. ഇനി എന്തു ചെയ്യാനാ? ജഗു എന്തു കരുതിയെന്നാൽ താനും തന്റെ മക്കളും കുടുങ്ങിയത് തന്നെ എന്ന് കരുതി. അപ്പോഴാണ് ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന പന്നീർ വീട് കണ്ടത്. 3 പേരും ആ പന്നീർ വീടിനകത്തേക്ക് ചെന്നു. തലവന്റെ ആളുകൾ 2 പേരും ആ പന്നീർ വീട്ടിനകത്തേക്ക് പോകുന്നതിന് മുൻപേ ആ പന്നീർ വീട് മാഞ്ഞുപോയി. പന്നീർ വീട്ടിലേക്ക് ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ മായ പന്നീർ വീട്ടിൽ നിങ്ങൾക്ക് എത്ര പന്നീർ ആവശ്യമോ നിങ്ങൾ എടുത്തിട്ട് പോവാം. എടാ പന്നീരെ, നീയാണോ പഴയ പന്നീരാണോ? എന്റെ അച്ഛന് കിട്ടിയ ആ പഴയ വീടാണോ? ഹാ, ഞാനാണത്. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞതാണ്, എന്നെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാശൊക്കെ നീ പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ എന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും മറഞ്ഞു പോവും. പക്ഷേ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. അവസാനം ആ ഗൂർ തലവനെ അറിഞ്ഞു പോയി. വേറെ വഴിയില്ലാതെ ഞാനും അറിഞ്ഞുപോയി. നിന്റെ അച്ഛൻ ചെയ്ത അതേ തെറ്റ് തന്നെ ദയവായിട്ട് നീയും ചെയ്യാൻ പാടില്ല. ചെയ്യില്ല, തീർച്ചയായിട്ടും അതുപോലെ തെറ്റ് ഞാൻ ചെയ്യേയില്ല. പിന്നെ നിന്നെ പറ്റി ഞാൻ ആരെടുത്തും പറയേയില്ല. ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിന്നെ പറ്റി ആർക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നീ തന്നെ പറയണം. അതിനെപ്പറ്റി നീ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആദ്യം ജഗുവും അദ്ദേഹത്തിന്റെ കുട്ടികളും വയറു നിറയെ പന്നീർ കഴിച്ചു. പനീർ നല്ല രുചിയുണ്ട് അച്ഛാ. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വെനില ഫ്ലേവർ പാലിലിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് അച്ഛാ. കുട്ടികളെ, നാളെ തൊട്ട് നമുക്ക് പനീർ വിൽക്കാം. പക്ഷേ നമ്മൾ കണ്ണും മൂടി വെക്കുന്ന പോലെ വില വെക്കാൻ പാടില്ല. നമുക്ക് എത്ര ആവശ്യമാണോ അത്രയേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. മറുവശത്ത് തലവൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു. എടാ, നിങ്ങൾ 2 പേര് എന്റെ പേര് നാണം കെടുത്തിയല്ലോ. 2 എണ്ണം അടിയും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അവര് 3 പേരും കാട്ടു പോയിട്ട് കാണാതായി പോയിന്ന്. ഇപ്പൊ ഞാൻ രംഗേനെയും മുന്നേനെയും അയക്കേണ്ടി വരും തോന്നുന്നല്ലോ. തലവൻ തന്റെ ആളുകളെ കാട്ടിനു പുറത്തായി കാവലിനായി നിർത്തി. തലവന്റെ ആളുകൾ നോക്കി, അതായത് ജഗു, രാജു പിന്നെ മിനി 3 പേരും പന്നീർ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പോകുന്നു. അവരിക്കാര്യം തലവനോട് ചെന്ന് പറഞ്ഞു. പോയ പ്രാവശ്യം ആ പന്നീർ വീട് എങ്ങനെയാണ് കാണാതെ പോയെന്ന് അറിയില്ല. ഈ പ്രാവശ്യം എന്തായാലും ശരി, അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അടുത്ത ദിവസം ജഗുവിന്റെ കുടുംബം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തലവൻ അവരെ പിടികൂടി. എന്നിട്ട് 3 പേരുടെ കൈകളും കെട്ടിയിട്ടു. ഇപ്പോൾ നിങ്ങൾ ആരും മിണ്ടാതെ എന്നെ ആ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാതെ പോലെ ഞാൻ അതങ്ങ് മാറ്റിക്കാളിയും, മനസ്സിലായോ? ജഗു, രാജു പിന്നെ മിനി തലവനെ മണിക്കൂറോളം ചുറ്റിക്കറങ്ങാൻ വെച്ചു. പക്ഷെ ആ പന്നീർ വീടുള്ള സ്ഥലത്തേക്ക് അവർ പോയതേയില്ല. ജഗു, കുറെ നേരമായി
നീ എന്റെ അടുത്ത് കളിക്കുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എടാ, ഈ 2 കുട്ടികളെ എടുത്ത് കുളത്തിലേക്ക് അങ്ങ് പോയി ഇട്ടേക്ക്. ഇല്ല, വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങളെടുത്ത് കൊണ്ടുപോയി തരാം. അവസാനം ജഗു തലവനെ പന്നീർ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതാണോ ആ പന്നീർ വീട്? എടാ മണ്ടന്മാരെ, ആ 3 പേര് മരത്തിൽ കെട്ടിവെക്കേ. ഞാൻ പന്നീർ വീട്ടിലേക്ക് പോയിട്ട് ചുറ്റി കാണാൻ പോവുകയാണ്. 3 പേരും അകത്തേക്ക് പോയതും തന്നെ ഒരുപാട് പന്നീർ അവരുടെ മേലിൽ വന്ന് വീണു. തലവനും അദ്ദേഹത്തിന്റെ ആളുകളും ആ പന്നീരിന്റെ അടിയിൽ ചെന്ന് കുടുങ്ങി. അയ്യോ, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കൂ. ഞാൻ ചത്തുപോകും തോന്നുന്നു, ശ്വാസം വിടാൻ പറ്റുന്നില്ല. എടാ താടിക്കാര, ഞാൻ പറയുന്നത് കേൾക്ക്. ഇനി ജഗ്ഗുവിന്റെ കുടുംബത്തിന് നീ ഒന്നും ചെയ്യില്ലെന്ന് പറയൂ. ഇനി മര്യാദയ്ക്ക് നീ എന്നെ തേടിയിട്ട് വരാനേ പാടില്ല. ശരി ശരി, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഇനി ജഗ്ഗുവിന്റെ കുടുംബം മാത്രമല്ല, ഗ്രാമത്തിലുള്ള ആരും ഞാൻ ശല്യം ചെയ്യില്ല. എന്നെ വിട്ടേക്ക്. പിന്നീട് തലവന്റെ പുറത്തുണ്ടായിരുന്ന ആ പന്നീർ കാണാതെ പോയി. തലവനും അവന്റെ ആളുകളും ജഗു മിനി രാജുവിനെ കെട്ടിയിട്ടിരുന്നത് അഴിച്ചുവിട്ടു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. ഹസ്തി നഗറെന്ന് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ കമലേഷ് ഒരു തുണി ഫാക്ടറിയിൽ ജോലി നോക്കിയിരുന്നു. അയാളുടെ ഭാര്യ വിഭ വീടുകളിൽ ജോലി ചെയ്ത് കുറച്ച് പണവും ചേർത്ത് വെച്ചിരുന്നു. അവർ അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും ശ്രമിച്ചിരുന്നു. കമലേഷിന് ചെറുപ്പം മുതലേ താൻ മുതിർന്നതിന് ശേഷം സ്വന്തമായി വ്യാപാരം ചെയ്യണമെന്ന് കരുതിയിരുന്നു. എന്നാൽ മുതിർന്നതിന് ശേഷം വ്യാപാരം ചെയ്യാൻ കയ്യിൽ പണവുമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കമലേഷ് കുറച്ച് പണം ഉണ്ടാക്കുന്നതും ആ പണം ഉപയോഗിച്ച് കമലേഷ് മദ്യപിച്ചുകൊണ്ടേയിരിക്കും. കമലേഷിന്റെ ഈ മദ്യപാനശീലം കാരണം അയാളുടെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കമലേഷ് ഫാക്ടറിയിൽ ജോലി ചെയ്ത് എത്രത്തോളം പണമുണ്ടാക്കുന്നോ അതെല്ലാം മദ്യപിക്കാൻ മാത്രം ചെലവ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം, നിങ്ങൾ ഈ മദ്യപാനശീലം നിർത്തിയേ പറ്റൂ. നമ്മുടെ മക്കളും ഇപ്പോൾ വളർന്നു വലുതായി. ഇത് അവരുടെ സ്വഭാവത്തെയും നല്ല രീതിയിൽ ബാധിക്കും. മദ്യപിച്ചെന്നോ? ഒരാഴ്ചയായിട്ട് ഞാൻ മദ്യപിച്ചിട്ടേ ഇല്ല. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. നമ്മുടെ മകൻ വളർന്നു വലുതാകുന്നതും ഒരു വലിയ ആളായി മാറും. നിങ്ങൾ മദ്യപാനശീലം നിർത്തുന്നത് പോലെ ഒരു നല്ലൊരു ജോലിയും കണ്ടുപിടിക്കാൻ നോക്ക്. ഞാൻ തുണി ഫാക്ടറിയിൽ പോയി എല്ലാവരോടും ഒരു നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കച്ചവടം തുടങ്ങിയാൽ ഞാൻ എങ്ങനെ സംസാരിക്കുന്നോ അങ്ങനെ തന്നെ നടക്കും. നമ്മുടെ കച്ചവടം നല്ല രീതിയിൽ പോകുന്നത് പോലെ അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ വീണ്ടും മദ്യപാനശീലത്തിന് അടിമയാകുന്നതിന് മുൻപ് നിങ്ങൾ ഒരു തവണയെങ്കിലും എന്റെ മന്ത്രവാദി അമ്മാവനെ ഒന്ന് കണ്ടു നോക്ക്. വിഭ തന്റെ ഭർത്താവ് വീണ്ടും മദ്യപാനത്തിന് അടിമയാകരുതെന്ന് കരുതി കമലേഷിനെ തന്റെ മന്ത്രവാദി അമ്മാവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കമലേഷും തന്റെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും നല്ല ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഭ പറയുന്നത് കേട്ട് അവിടേക്ക് പോയി. അമ്മാവ, ഇതാണ് എന്റെ ഭർത്താവ്. ഇദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇദ്ദേഹത്തിന്റെ മദ്യപാനശീലം മാറ്റിത്തരണം. ഓം ഗ്ലിം ഗ്ലിം വാദർബോൾ വാദർബോൾ വാദർബോൾ. ഇവിടെ നോക്കൂ വിഭേ, നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കറിയാം. കമലേഷിനെ ഞാൻ ശരിപ്പെടുത്തിയെടുക്കാം. എന്നാൽ ഞാൻ ചില ആഴ്ചകളായി മദ്യപിച്ചിട്ടേ ഇല്ലല്ലോ. എനിക്കിവിടെ നിന്നും പോകണം. ഞാനിനി മദ്യപിക്കുകയില്ല. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് എന്റെ കുടുംബത്തിന് ഏതാണോ നല്ലത് അത് ചെയ്യാമെന്ന് ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ലഹരിക്കും തന്റെ നാശത്തിനും തമ്മിൽ ഒരു തരത്തിലുമുള്ള വ്യത്യാസമേ ഇല്ല. നീ ലഹരിക്ക് അടിമയായാൽ നിന്നെ നീ നശിപ്പിച്ചതിന് സമമാണ്. ശരി, നീ പറയൂ, നീ ഏത് കച്ചവടമാണ് തുടങ്ങാൻ പോകുന്നത്? ഞാൻ ദോശക്കച്ചവടം ചെയ്യാമെന്ന് കരുതുക. ഞാൻ ദോശ വളരെ നന്നായി ഉണ്ടാക്കും. ഞാനൊരു വണ്ടിയും വാടകയ്ക്കെടുത്ത് ദോശ ഉണ്ടാക്കി വിൽക്കാം. ഇദ്ദേഹം പറയുന്നത് ശരിയാ. ഇദ്ദേഹം ദോശ വളരെ നന്നായി ഉണ്ടാക്കും. പിന്നെ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഇദ്ദേഹം കുടിക്കുന്നതുമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് പണം തന്നു നോക്കൂ. ഞാൻ ഇദ്ദേഹത്തിന് ദോശ ചെയ്യാൻ സഹായിച്ച് ദോശയുടെ കച്ചവടവും തുടങ്ങാം. മന്ത്രവാദി അവർക്ക് കുറച്ച് പണവും കൊടുത്തു. അവർ അടുത്ത ദിവസം തന്നെ ആ പണം ഉപയോഗിച്ച് ഒരു ദോശക്കടയും അവർ തുടങ്ങി. എന്നാൽ കമലേഷും വിഭയും കരുതിയതുപോലെ അവിടെ ഒന്നും സംഭവിച്ചില്ല. കമലേഷിന്റെ ദോശക്കച്ചവടം ശരിക്കും നടന്നതേയില്ല. അമ്മാവൻ തന്ന പണം എല്ലാം തീരാറായി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സമയവുമില്ല.
അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ തുണി ഫാക്ടറിയിൽ ജോലി ചെയ്യേണ്ടി വരും. എന്റെ ഭാര്യയെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കടയിൽ കച്ചവടം നടക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ രണ്ടുപേരും കാരണമായി എന്തോ തെറ്റ് സംഭവിക്കുന്നത്. ഇനി ഒരു ദിവസം കൂടി നമുക്ക് ദോശക്കട ഇട്ട് നോക്കാം. കച്ചവടം നന്നായി പോയാൽ നമുക്ക് ഇത് തന്നെ തുടരാം. ഇല്ലെങ്കിൽ നമുക്ക് അമ്മാവന്റെ അടുത്ത് പോയി സഹായം ചോദിക്കാം. നീ പറഞ്ഞതുപോലെ നടക്കട്ടെ. നീയും നിന്റെ ഒരു അമ്മാവനും. അയാളൊരു മന്ത്രവാദിയാണോ? അയാൾ ചെയ്യുന്നതെല്ലാം കൺകെട്ട് ബുദ്ധിയ. എന്ത് ചെയ്യാനാ? വെറുതെ ഇരിക്കൂ, നാളത്തേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ. വിഭ പറയുന്നത് കേട്ട് കമലേഷ് അടുത്ത ദിവസത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അടുത്ത ദിവസം വിഭയും കമലേഷും കട തുറന്നപ്പോൾ അവരുടെ കടയിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ വന്നു. ഇത് കണ്ടപ്പോൾ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. ഇന്നലത്തേത് കമ്പയർ ചെയ്താൽ ഇന്ന് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ദൈവമേ, ഇങ്ങനെ നല്ല രീതിയിൽ കച്ചവടം നടക്കണേ. നമ്മളും ഇംപ്രൂവ് ആകണം. എന്നാൽ ഈ പണം ഉപയോഗിച്ച് നിങ്ങൾ വീണ്ടും കുടിക്കരുതെന്ന് ഓർത്തോളൂ. നമുക്ക് ഈ പണം എന്റെ മന്ത്രവാദി അമ്മാവന് തിരിച്ചു കൊടുക്കേണ്ടതാ. കമലേഷ് വിഭ പറയുന്നത് കേൾക്കാതെ ആ പണത്തിൽ നിന്നും കുറച്ച് പണമെടുത്ത് രാത്രി ആരെയും അറിയിക്കാതെ നന്നായി മദ്യപിച്ച് വീട്ടിൽ വന്ന് കിടന്നു. അടുത്ത ദിവസം കമലേഷും വിഭയും കട തുറന്നപ്പോൾ അവിടെ ഒരു കസ്റ്റമേഴ്സും വന്നില്ല. എന്തിന് കസ്റ്റമർ? ആ സ്ഥലത്തിൽ ഒരു ഈച്ച പോലും അപ്പോൾ വന്നില്ല. അവരുടെ ദോശക്കടയിൽ വരാതെ ബാക്കിയുള്ള ദോശക്കടയിലെല്ലാം കൂട്ടമായിരുന്നു. ഈ ജനങ്ങൾക്ക് എന്തു പറ്റി? ഇന്നലെ നടന്ന കച്ചവടത്തിന് ഇന്ന് ഒരുപാട് ദോശ ആവശ്യം വരുമെന്ന് കൂടുതൽ മാവ് മറിച്ചു. ഇന്ന് നമുക്ക് കച്ചവടം നടന്നില്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കടയിലല്ലാതെ എല്ലാ കടയിലും നല്ല കച്ചവടമുണ്ട്. നമ്മൾ ഇവിടെ ഈച്ച ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉറപ്പായും എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് അമ്മാവനോട് പറഞ്ഞേ പറ്റൂ. നമുക്കവിടെ പോകേണ്ട ഒരാവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം കമലേഷ് വിഭ പറയുന്നത് കേട്ടതേയില്ല. എന്നാൽ വിഭ നിർബന്ധിച്ചതുകൊണ്ട് അയാൾക്ക് വിഭയുടെ കൂടെ വിഭയുടെ മന്ത്രവാദി അമ്മാവന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു. ആ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയതും അവിടെ എന്തോ അപ്പോൾ സംഭവിക്കാൻ പോകുന്നെന്ന് കമലേഷിന് മനസ്സിലായി. ഓം ഹെം ക്ലിം, ഓം ഹെം ക്ലിം ബാഗുൽ ബോൾ, ബാഗഡ് ബോൾ. നിങ്ങൾ ഇവിടെ എന്തിനു വന്നുവെന്ന് എനിക്ക് വളരെ നന്നായി തന്നെ അറിയാം. വിഭേ, നിന്റെ ബുദ്ധിമുട്ടുകൾ നീ ഇപ്പോൾ എന്നോട് പറയാനല്ലേ വന്നിരിക്കുന്നത്? ഞാൻ ബുദ്ധിമുട്ട് എന്റെ കൂടെ കൊണ്ടുവന്നെന്നോ? എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രവാദി പറഞ്ഞത് കേട്ട് കമലേഷ് തന്റെ മുഖം മറച്ചു. ബാഗഡ് ബോൾ, ബാഗഡ് ബോൾ. ഒളിപ്പിക്കണ്ട. നീ മുൻപിലേക്ക് വന്ന് നീ ചെയ്ത തെറ്റ് തന്നെ സമ്മതിക്ക്. ഇല്ലെങ്കിൽ ഇതേപോലെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കരുത്. നീ തന്നെ മുൻപിലേക്ക് വാ. മുൻപിലേക്ക് വന്ന് നീ നിന്റെ തെറ്റ് സമ്മതിക്ക്. അദ്ദേഹം അങ്ങനെ എന്താ ചെയ്തത്? നിങ്ങൾ എന്നോട് പറയൂ. ഞാൻ ഇദ്ദേഹത്തെ വിടില്ല. ഞാൻ ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളാം. നീ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് നിനക്ക് ഒരിക്കലും വരികയില്ലായിരുന്നു. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ കാരണം ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ബാഗഡ് ബോൾ, ബാഗഡ് ബോൾ. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു നീ മദ്യപിക്കാനേ പാടില്ല എന്ന്, മദ്യപാനം നിർത്തണമെന്ന്. എന്നാൽ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. നീ എപ്പോഴാണോ മദ്യപിക്കാൻ തുടങ്ങിയത്, എപ്പോൾ നീ ആ മദ്യത്തിൽ കൈതൊട്ടോ അപ്പോൾ തന്നെ നിന്റെ കച്ചവടം നഷ്ടത്തിലാകാൻ തുടങ്ങി. കമലേഷ് മനസ്സിൽ വെച്ചിരുന്ന ആ കളങ്കം എല്ലാവരും അപ്പോൾ അറിഞ്ഞപ്പോൾ അവൻ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. സ്വാമി, എന്നോട് ക്ഷമിക്കൂ. ഞാനിനി ഈ തെറ്റ് ചെയ്യുകയില്ല. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിയാതെ ഈ തെറ്റ് ചെയ്തതാ. അങ്ങനെ നിങ്ങൾ എന്താ ചെയ്തത്? വിഭയെയും മന്ത്രവാദിയെയും പേടിച്ച് കമലേഷ് അപ്പോൾ എല്ലാ സത്യവും പറഞ്ഞു. എല്ലാ രാത്രിയും വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ച് ഞാൻ നന്നായി കുടിക്കുമായിരുന്നു. എപ്പോൾ ഞങ്ങളുടെ കച്ചവടം നല്ല രീതിയിൽ പോയോ അന്നും ഞാൻ മദ്യപിച്ചിരുന്നു, അതും പണം മോഷ്ടിച്ച്. എന്നോട് ക്ഷമിക്കൂ. ഇങ്ങനെ ഒരു തെറ്റിന് ഞാൻ ചെയ്യുകയില്ല. കമലേഷ് മാപ്പ് ചോദിച്ചതും മന്ത്രവാദി ഇങ്ങനെ പറഞ്ഞു. ബാഗഡ് ബോൾ. മാപ്പ് തരണമെങ്കിൽ അതിന് ഒരു നിബന്ധനയുണ്ട്. അത് എന്താണെന്നാൽ ഇനി മുതൽ നിന്റെ കച്ചവടത്തിന് വളരെ നന്ദിയോടും മദ്യപാനശീലം ഒതുക്കി ചെയ്താൽ മാത്രമേ നീ ചിന്തിക്കുന്നതെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ സ്വാമി. മദ്യപിക്കാതെ നല്ല രീതിയിൽ കച്ചവടം നോക്കാം. ഇതാ എന്റെ വക മാഗി. ഇന്നു മുതൽ നീ ദോശയല്ല മാഗി ദോശയുണ്ടാക്കി വിൽക്ക്. നിന്റെ ഭാര്യ മാഗി വളരെ നല്ല രീതിയിൽ ചെയ്യും. നീ ദോശ
അതുകൊണ്ട് രണ്ടും മിക്സ് ചെയ്ത് മാഗി ദോശയായി അത് വിൽക്ക്. പകലിൽ 2 മടങ്ങ്, രാത്രിയിൽ നിനക്ക് 4 മടങ്ങായി സമ്പാദിക്കാം. ആ വിഭ ആ മാഗി മന്ത്രവാദിയിൽ നിന്നും വാങ്ങി. അങ്ങനെ അടുത്ത ദിവസം മുതൽ വിഭയും കമലേഷും മാഗി ദോശ ഉണ്ടാക്കാനും തുടങ്ങി. അന്നു മുതൽ കമലേഷിന്റെ കച്ചവടം മാഗി ദോശ എന്ന പേരിലും പോകാൻ തുടങ്ങി. കമലേഷിന്റെയും വിഭയുടെയും ഈ മാഗി ദോശ കച്ചവടം എത്ര നന്നായി മുൻപോട്ട് പോയെന്നാൽ അവർ കുറച്ച് നാളുകൾക്കുള്ളിൽ വേറെ ഒരു 3 കട കൂടി തുടങ്ങി വെച്ചു. അവർ ജോലിക്ക് കുറച്ച് ആൾക്കാരെയും വെച്ചു. കമലേഷും മദ്യപാനശീലമെല്ലാം നിർത്തി. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു.